ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷെറിനസർ. അപ്പോൾ നമ്മൾ ഓസ്ട്രിയയിലെ ഗ്രാസിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ തിരിച്ച് പോകാനുള്ള ടൈമായി. 2 ഡേയ്സും കൂടി കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞ് മറ്റന്ന് നമ്മൾ തിരിച്ച് പോവാണ്. ഓ മൈ ഗോഡ്, ആ കോഴിക്കോടിനെ പറഞ്ഞു. നാളെ കഴിഞ്ഞ് മറ്റന്ന് നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ സ്വിറ്റ്സർലാൻഡ് കഴിഞ്ഞിട്ട് തിരിച്ച് ഓസ്ട്രിയക്ക് ഏകദേശം 1000 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മളത് 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 250 കിലോമീറ്റർ ഓരോ സ്ഥലത്ത് ചെന്ന് നിന്നിട്ട് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് 250 കിലോമീറ്റർ ഓടിയിട്ട് ഇറ്റലി പോയി. അത് കഴിഞ്ഞിട്ട് സ്ലൊവാനിയ പോയി. അടുത്ത ദിവസം അവിടെ സ്റ്റേ ചെയ്തു. ഇന്ന് വന്നിട്ട് ഓസ്ട്രിയയിലെ ഗ്രാസിൽ സ്റ്റേ ചെയ്തു. ഇനി നാളെ നമ്മൾ വിയന്നയിലേക്ക് പോകും. അങ്ങനെയാണ് നമ്മളെ പ്ലാൻ. അപ്പോൾ ഇന്ന് ഗ്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഇവിടെ നിന്നൊരു വൈൻയാർഡിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഒരു അടിപൊളി വൈബ് പ്ലേസാണ്. അപ്പോൾ ഇന്നത്തെ വൈൻയാർഡിലെ വിശേഷങ്ങളും ഗ്രാസിലെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷെറിനസർ. അപ്പോൾ ഇന്നലെ നമ്മളെവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഓസ്ട്രേലിയ ഗ്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. ഇതൊരു വൈൻയാർഡാണ്. അപ്പം ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലത്ത് ഗ്രേപ്സിൻ്റെ കൃഷിയാണ്, മുന്തിരിൻ്റെ കൃഷി. ഇഷ്ടം പോലെ മുന്തിരികൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളോട് അടുത്ത് പൊട്ടിച്ച് കഴിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ല. ഞാൻ എന്നാലും കഴിച്ച് നോക്കിയിട്ട് നല്ല മധുരമുണ്ട്. ഈ കാണുന്ന പച്ചക്കളർ കണ്ടപ്പോൾ വിചാരിച്ചത് വലിയ പഴുത്തിട്ടൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നല്ല മധുരമുണ്ട്. ഗ്രേപ്സ് ഇങ്ങനെ കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാം. നല്ല വളമിട്ടടിക്കുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ നല്ല വാഷ് ചെയ്തിട്ട് തന്നെ കഴിച്ചോക്കെ കേട്ടോ. ഇതുണ്ടോ, അവിടെ അങ്ങേ തലക്കലും ഒക്കെ വരെ തന്നെയാണ്. ഇതൊരു ലോകമാണ്, എനിക്ക് കാണിക്കാൻ പറ്റില്ല, അത്രയുണ്ട്. ഇവിടെ ഇവരൊരു ക്യാമ്പിംഗ് സൈറ്റാണ്. ഇന്നലത്തെ ക്യാമ്പിംഗ് സൈറ്റിൽ നമ്മൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കണ്ടോ, ക്യാമ്പർ വാൻസാണ് ഇവിടെ. ഇതിനകത്ത് ക്യാമ്പർ വാൻസ് മാത്രമേ അലൗഡ് ഉള്ളൂ. ഇതാണ് ഈ വൈൻയാർഡ്. ഇവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ ശരിക്കും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 ദിർഹംസിന് 50 യൂറോക്ക് നമ്മൾ വൈൻ വാങ്ങിക്കണം. ക്യാമ്പിംഗ് സൈറ്റിന് ഫീ ഒന്നുമില്ല, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം നമുക്ക് വൈന് നമ്മൾ യൂസ് ചെയ്യലില്ല, കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേ ചെയ്യണമെന്നുണ്ടോ. ഇവിടെയൊക്കെ ഇവരുടെ സ്ഥലങ്ങളാണ്. നമ്മൾ ജസ്റ്റ് ഒരു മോർണിംഗ് വാക്കിന് ഇറങ്ങണം കേട്ടോ. ഇതുണ്ടോ, അതൊക്കെ ഗ്രേപ്പ് ഫാമുകളാണ്, മുന്തിരിത്തോട്ടങ്ങൾ. ഗ്രീൻ ഗ്രേപ്പ് മാത്രമേ ഉള്ളൂ ഇവിടെ. ഗ്രീൻ ഗ്രേപ്പ് മാത്രമേ ഉള്ളൂ. ആപ്പിൾസ് അല്ല, ഗ്രേപ്സ് ഉണ്ടോ? ഗ്രീന് അല്ല, റെഡ്. പ്ലംസ്, ആപ്പിള്, എല്ലാ സകലജാതി സാധനങ്ങളുണ്ട്. നമ്മളിപ്പോൾ ചോദിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഗ്രീനും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ബ്ലാക്കും. ബ്ലാക്ക് ഗ്രേപ്സാണ്, കാണാനും ഭയങ്കര ഭംഗിയില്ലേ. ഒന്ന് ഇറങ്ങി കാണിക്കാം. ഇതുണ്ടോ, ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഫുള്ള് ബ്ലാക്ക് ഗ്രേപ്സ് ആട്ടോ. ബ്ലാക്ക് ഗ്രേപ്സ് ഡയറക്റ്റ് മരുന്നടിക്കുന്നതാണ് ഈ ഗ്രേപ്സിനൊക്കെ. അങ്ങനെ കഴിക്കാനൊന്നും പാടില്ല. ഇത് കുറച്ച് പുളിയാ, മൂപ്പത്താൻ്റെ. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ബ്ലാക്കിലാ. മുന്നേ നമ്മൾ ഈ തമിഴ്നാടൊക്കെ പോയപ്പോൾ ഇങ്ങനെ കണ്ടിരുന്നല്ലേ. തമിഴ്നാട് ഫുള്ള് ഇങ്ങനെ തന്നെ അല്ലേ. ഇവരിങ്ങനെ ശരി, ഇങ്ങനെ ലൈനാണ് കൊടുത്തത്. നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ പന്തൽ പോലെ. ഇത് എനിക്ക് തോന്നുന്നു ഇവർക്ക് ഇങ്ങനെ പൊട്ടിച്ച് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടേ അവരെ ട്രാക്ടർ പോയ അടയാളം കാണുന്നുണ്ട് ഇതിൽ കൂടെ. അപ്പോൾ അവരാ വണ്ടിയിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാനുള്ള എളുപ്പത്തിനായിരിക്കും. എന്താ രസം. അതൊരു ഭംഗിയുള്ളൊരു രാജ്യമല്ലേ. എവിടെ നോക്കിയാലും പച്ചപ്പും മലകളും. ഇവിടുന്ന് ഗ്രേപ്സിൻ്റെ കഴിഞ്ഞ് ഇനി ഇവിടുന്ന് വേറെ എന്തോ ഒരു കൃഷിയാണ് ഇതുപോലെ. എന്താണ് ഇതിമൊന്നും കായൊന്നും കാണുന്നില്ല.
നമ്മൾ നടന്ന് വരെ ബാക്ക് യാർഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ വരെ വീടുമ്പോ വരെ മുന്തിരിൻ്റെ വള്ളി ഇങ്ങനെ പടർത്തിയിട്ടല്ലേ നമുക്ക് കായ്ച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഗ്രേപ്സിൻ്റെ സീസൺ. ഗ്രേപ്സിന് അങ്ങനെ പ്രത്യേകിച്ച് സീസൺ ഒന്നുമില്ല. അത് സ്മോൾ പായി വരണുള്ളൂ. അത് കണ്ടോ ചെറിയ തരികൾ പോലെ ഇങ്ങനെ. അത് എടുക്കണം. അപ്പം ഇതിങ്ങനെ ഇത് ബ്ലാക്ക് ഗ്രേപ്സ് ആണ് കേട്ടോ. ഇത് ശരിക്കും ബ്ലാക്ക് ഗ്രേപ്സ് ആണ്. ഇതിങ്ങനെ റെഡിയായി വന്ന് ഇതിൽ ചിലതേ പഴുത്തിട്ടുള്ളൂ. കണ്ടോ, ഇത് ഇവരുടെ വീടാണ്. വീണ്ടും ഇങ്ങോട്ടല്ലേ എന്താ പറഞ്ഞു. നമ്മളിപ്പോൾ അങ്ങനെ നടന്നതിൽ കൂടെ വന്നത്. ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ അവിടെ എത്തും. ഒരു പിന്നെ മുന്തിരിൻ്റെ കൃഷിൻ്റെ ഇടയിലാണ് ഇവരെ ഇത് ഫാം, അവരുടെ വീട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതിൽ കൂടെ അങ്ങോട്ട് പോവാം. റോസാ പൂക്കളൊക്കെ വിരിഞ്ഞേക്കണം. എന്ത് ഭംഗിയാ കാണാൻ. വീടുമ്മ ഒക്കെ ഉള്ളതൊക്കെ ബ്ലാക്ക് ഗ്രേപ്സ് ആണ് കേട്ടോ. കണ്ടോ, ഇവര് ഈ പുല്ലുകളൊക്കെ ഇങ്ങനെ ഒതുക്കി നിർത്തുകയാണ് ഇവര്. സത്യം പറഞ്ഞാൽ ഇതങ്ങനെ ഒരുപാട് പൊന്തി നിൽക്കണമൊന്നുമില്ല, പക്ഷെ എന്നാൽ പോലും അവരിങ്ങനെ എന്നും വെട്ടി നിർത്തുന്നാ പറഞ്ഞത്. ഇത് ഗ്രീൻ ആപ്പിളിൻ്റെ മരമാണ് കേട്ടോ. ഇതിമ്മ ഇവർ ഉള്ളതൊക്കെ പൊട്ടിച്ച് കളയാണ്. ഇങ്ങനെ ഇവിടെ വീണിട്ട് ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഉണ്ട് ഒരെണ്ണത് വീണെടുത്തുന്ന. അതുപോലെ ഇവിടേക്ക് കിഡ്സിന് കളിക്കാൻ ഒരു ചെറിയ ഏരിയ ഉണ്ട് കേട്ടോ. വലിയ ഒരുപാട് ഏരിയാസ് ഒന്നുമില്ല. അതും നല്ല ഉറക്കാണ്. ഇവിടെ ഒരു കുറച്ച് സാൻഡ്. വാ, ഒരു കയ്യിൽ പിടിക്കാമേ. അപ്പോൾ ഇതാണ് ഇവരുടെ വൈൻ ഷോപ്പ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ വാങ്ങിക്കാനുള്ളത്. അപ്പോൾ ഇന്നലെ ഇത് നമ്മൾ എത്തിയപ്പോഴത്തേന് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇനി ഇവിടുന്ന് നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നിങ്ങളെ ഈ ഒരു വൈൻ ഷോപ്സ്, ഇവിടുത്തെ വൈൻ യാർഡൊന്നും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് വന്നിട്ടുള്ള കേട്ടോ. എന്തെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈൻസൊക്കെ ഉണ്ട്. നമുക്കിതിനെക്കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. നമ്മളിത് വാങ്ങിക്കാനും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള വൈനൊക്കെ ഉണ്ട്. ഓരോന്നിൻ്റെ റേറ്റൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല റേറ്റൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ വ്യത്യസ്ത തരമായിട്ടുള്ള വൈനുകളൊക്കെ കണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഇവിടുത്തെ ഒരു പുറത്തത്തെ ഒരു വ്യൂ ആണ്. ആപ്പിൾ ട്രീ ആണ്. ആർക്കും വേണ്ടാതെ നിറച്ച് നിൽക്കുന്നുണ്ട് ആപ്പിൾസ്. ഈ കാണുന്നത് പ്ലംസ് ആണ്. ഒരു ബ്ലൂ കളർ പ്ലംസ് അല്ലേ? ഇത് ബ്ലൂ കളർ അല്ല, ഇതൊരു ഇതാണ് നമ്മൾ കഴിക്കാതെ പോകുന്നത്. നമുക്ക് മനസ്സിലായി. ഞാൻ തുടച്ച് കാണിക്ക്. ഒരു പൊടിയാണ്. അത് തുടക്കുമ്പോൾ അതൊരു റെഡ് കളറാവും. തണ്ണിമത്തനാണ് കേട്ടോ. അത് ഇവരിങ്ങനെ പൊട്ടിച്ചെടുക്കുക. മഞ്ഞ തണ്ണിമത്തല്ലേ? സാധാ മത്തന. നമ്മൾ വൈൻയാർഡ് ക്യാമ്പിംഗ് സൈറ്റിൽ നിന്ന് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുള്ളതാണ്. ഒന്ന് ഫ്രഷായി ഇറങ്ങി. ഇനി നേരെ നമ്മളിപ്പോൾ ഗ്രാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിറ്റിയിലാണുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഡ്രസ്സ് ചെറുതായിട്ട് ലോണ്ട്രി ചെയ്യാനുണ്ട്. കുറച്ച് ഡ്രസ്സുകൾ ലോണ്ട്രിയിൽ കൊടുക്കണം. പിന്നെ അതുപോലെ നമുക്ക് കുറച്ച് ബ്രെഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാം. അങ്ങനെയൊക്കെ വിചാരിച്ചിങ്ങനെ ഇറങ്ങിയതാണ്.
ബില്ല പ്ലസ് ഉണ്ടല്ലോ അവിടെ അടുത്ത്. ബില്ല പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ലോണ്ടറി ഉണ്ട്. ഇനി കാര്യമായിട്ട് വാങ്ങിക്കാനൊന്നുമില്ല, എന്നാലും കുറച്ച് ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ഒന്നും കൂടി കുറച്ച് ബ്രെഡ് ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വണ്ടി പാർക്ക് ചെയ്തു. കാക്കു സാധനങ്ങൾ ലോണ്ടറിയിലിട്ടു. നമ്മൾ ബില്ല പ്ലസ് നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വിചാരിച്ചിരിക്കുകയാണ്. ബില്ല പ്ലസ് നിന്ന് സാധനമൊക്കെ വാങ്ങി വയറൊക്കെ ഫുള്ളാക്കി നമ്മളിനി ഗ്രാസ് സിറ്റി ടൂറിന് ഇറങ്ങിയിട്ടുള്ളതാണ്. ഗ്രാസ് സിറ്റി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് ഉള്ള ഓസ്ട്രിയയിലൊരു സിറ്റി തന്നെയാണ്. അത്യാവശ്യം നല്ല തിരക്കും ബഹളവും ഒക്കെ ഉള്ളൊരു സിറ്റിയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ഇപ്പുറത്ത് വന്ന് വണ്ടി പാർക്ക് ചെയ്ത് സിറ്റി ടൂറാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഐശ്വാദം ഞങ്ങൾക്ക് പ്രൈസ് പറയാം. പ്രൈസ് വേണ്ട, അവർക്ക് ഫിംഗർ ഫുഡ് എടുത്തു. എങ്ങനെയുണ്ട് ബർഗർ? എങ്ങനെയുണ്ട്? അടിപൊളിയാ? ബീഫ് ബർഗർ അടിപൊളി. ആമി എങ്ങനെയുണ്ട് ബർഗർ? എങ്ങനെയുണ്ട് ബർഗർ? എങ്ങനെ ആക്കണേ? ഇതെന്തിനാ എങ്ങനെ ആക്കണേ? റീസൈക്കിൾ. ഓക്കെ. ഗ്ലാസ് ഇടട്ടെ. ഓൾഡ് ടൗൺ സ്ക്വയർ. ഇവിടെ എന്താ മെയിനായിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ സ്ട്രീറ്റ് ഫുഡുകൾ, അതുപോലെ നല്ല ഷോപ്പിംഗ്. നമ്മൾ ഇവിടുന്ന് 2 ഡ്രസ്സ് വാങ്ങിച്ച് നമ്മൾ നല്ല ബീഫ് ബർഗർ കഞ്ചാവ് വിൽക്കണ കടയാണ്. കഞ്ചാവിന്റെ ഷോപ്പാന്നാ കാക്കു പറയും. കഞ്ചാവ് വിൽക്കുന്ന ഷോപ്പാന്നാണ് പറഞ്ഞത്. ഇവിടെ ലീഗലായിരിക്കും. ഇവിടെ ഇത് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലേ? എല്ലാ മിഠായിലും ഒക്കെ അങ്ങനെ ഇതായിട്ടുള്ള സാധനങ്ങളല്ലേ? ഇന്നത്തെ നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റിലെത്തി. ഇതും ഒരു വൈൻ യാർഡാണ്, ഗ്രേപ്പ് ഫാമൊക്കെ ഉള്ള ഒരു ടീംസിൻ്റെ. അപ്പോൾ ഇതാണ്, ഇതിനകത്താണ് നമ്മൾ ഇന്നത്തെ സ്റ്റേട്ടാ. ഇവിടെ വേറൊരു ടീംസും കൂടി ഉണ്ട്, വേറെ ആരും എത്തിയിട്ടില്ല. നമ്മളിന്ന് കുറച്ച് നേരത്തെ തന്നെ ഇങ്ങോട്ട് പിടിച്ചു.
ഇതിന് പുറത്ത് ഫുൾ ഇവരുടെ ഫാമാണ്. അപ്പം നമ്മൾ ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ട് വണ്ടിയൊക്കെ ഒന്ന് പ്രോപ്പറായി പാർക്ക് ചെയ്തതിന് ശേഷം ഗേറ്റ് ഓപ്പൺ ചെയ്ത് ഗ്രേപ്സ് ഒക്കെ ഫാം കാണാൻ പോവാണ്. അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾക്ക് എത്ര ഗ്രേപ്സ് വേണമെങ്കിലും പൊട്ടിച്ച് കഴിക്കണമെങ്കിൽ കഴിക്കാം, നിങ്ങൾക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പോയി നോക്കാം. അവിടെ മരങ്ങളൊന്നുമില്ല, അയിമക്കൊന്നും എത്താനായിട്ടില്ല. എത്തിയാൽ തട്ടൂല. അത് അപ്പില് തട്ടുവാ? ആ വന്നോ വന്നോ, കം കം, വന്നോ വന്നോ വന്നോ. തട്ടൂല തട്ടൂല. ആ ഓക്കെ. അവിടെ ആ സൈഡിലൊരു തൂണുണ്ടേ. ഫസ്റ്റ് തന്നെ നമ്മുടെ ഗ്രേ വാട്ടർ കളയാണ്. ഗ്രേ വാട്ടർ ഫുള്ളായിട്ടുണ്ട് ഓൾമോസ്റ്റ്. പിന്നെ ഇനി ബ്ലാക്ക് വാട്ടർ കളയണം. അത് കഴിഞ്ഞ് വാട്ടർ ഫില്ല് ചെയ്യണം. എന്നിട്ട് തുടങ്ങാൻ ഇന്നത്തെ യാത്ര എന്ന് വിചാരിക്കുന്നു. ടൈപ്പ് മെഷീനറീസ് ആണെന്നറിയോ? ട്രാക്ടറിൻ്റെ ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ട്. കാണുന്നില്ല അല്ലേ? ഞാൻ കാണിക്കാം. ഇതൊരു ലേഡി നടത്തുന്ന ക്യാമ്പിംഗ് സൈറ്റാണ് കേട്ടോ. ഇവരുടെ ട്രാക്ടറിൻ്റെ ഗ്യാരേജ്. ഇതിനകത്ത് ഇവരുടെ ഒരു റൂമുണ്ട്. ഈ റൂമിൽ വൈനുണ്ട്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുത്ത് കഴിച്ചോളി എന്നാണ് പറഞ്ഞുള്ളത്. നമ്മൾ വൈന് കഴിക്കൂല, അതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല. ഈ റൂമിനകത്ത് ഇവരെ ഫ്രിഡ്ജുണ്ട്. ഇത് നിറച്ച് ഇവരെ വൈൻസാണ്. ഇത് നമുക്ക് അലൗഡാണ്, പക്ഷെ നമ്മൾ വൈന് കഴിക്കൂല. ഇവർ ഉണ്ടാക്കിയിട്ടുള്ള വൈനൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതൊക്കെ അത്യാവശ്യം ഉണ്ട് ഇവിടെ. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ വൈകുന്നേരത്ത് ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടൊന്ന് നമ്മൾ ചെയറും ഇതൊക്കെ ഒന്ന് സെറ്റാക്കി റെഡിയാക്കിയിട്ടുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ ഫുഡ് റെഡിയാക്കണം ഇനി ഇന്ന് രാത്രിത്തേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.